ഇത് കഴിഞ്ഞ ദിവസം നടന്ന വുമൺ CEO എക്സാമിൻ്റെയാണ്. 7/2/2026 നടന്ന എക്സാമിൻ്റെ ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ എക്സ്പൊണൻസ് കൃത്യംഗങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ളതാണ്. മക്കളെ, എങ്ങനെയാണ് ഈ കണക്ക് സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഈ ഏറ്റവും അകത്തെ ബ്രാക്കറ്റിൽ x⁻² എന്താ കിടക്കണേ? a - a⁻⁻1 എന്നാണ്. മക്കളെ, അതിനെ a - a⁻⁻1 എന്ന് പറഞ്ഞാൽ 1/a ആണെന്ന് മനസ്സിലാക്കാം. a⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 1/a ആണ്. all raised to എങ്ങനെ എഴുതാം? all raised to 1 divided by a-1. വീണ്ടും ഒരു all raised to എന്ത് വരുന്നുണ്ട്? a divided by a+1 വരുന്നുണ്ട്. ശരിയാണോ? ഇനി നമുക്ക് അകത്തേത് ഈ സാധനം ഒന്ന് സെപ്പറേറ്റ് സോൾവ് ചെയ്യാനാണെങ്കിൽ എങ്ങനെ എഴുതാം? a-1/a എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a-1/aനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങോട്ട് ഗുണിക്കണം അല്ലേ? a² - 1 ഡിവൈഡഡ് ബൈ a എന്ന് വരും. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതാൻ പറ്റും. ശരി, അപ്പം ഞാൻ അതിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x⁻² - 1 ഡിവൈഡഡ് ബൈ a എന്ന് വരും. അവിടെ all raised to ബാക്കി 1/a-1 ഉണ്ട്. all raised to ബാക്കി ഏതുണ്ട്? a ഡിവൈഡഡ് ബൈ a+1 ഉണ്ട്. ഇനി നമ്മൾ അറിയേണ്ട ഒരു നിയമം ഇത്രേ ഉള്ളൂ. a⁻m all raised to n all raised to k എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് പവർ വന്നാൽ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മുകളിലേക്ക് പവർ വന്നാൽ അതിനെ a⁻m × n × k എന്ന് എഴുതാം. ഇങ്ങനെ മുകളിലേക്ക് വന്നാൽ അങ്ങനെയാണ് ചെയ്യണേ. ആണോ? അപ്പോൾ ഇവിടെ x⁻² എങ്ങനെ എഴുതാം? a² - 1 ഡിവൈഡഡ് ബൈ a × 1/a-1 × a ഡിവൈഡഡ് ബൈ a+1. പവറിൻ്റെ മുകളിൽ പവർ വന്നാൽ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ പവറായിട്ട് ഇവിടെ കിടക്കുന്നല്ലേ? ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യണം മക്കളെ. അപ്പോൾ അതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ ഈ a² - 1 എന്നുള്ളതിനെ 1² എന്നാക്കാമല്ലോ. a² - 1 എന്ന് പറഞ്ഞാൽ a+1 × എന്താണ്? a-1 അല്ലേ? a+1 × a-1 ആണ് അല്ലേ? അപ്പോൾ അവിടെ x⁻² a² - 1² എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് a+1 × a-1 എന്ന് കൊടുത്തു. താഴെ എന്തുണ്ട്? a ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1/a-1 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? a ഡിവൈഡഡ് ബൈ a+1 ഉണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ a-1ഉം ഈ a-1ഉം വെട്ടിപ്പോകും. ഈ a+1ഉം ഈ a+1ഉം വെട്ടിപ്പോകും. ഈ എയും ഈ എയും വെട്ടിപ്പോകും. അപ്പോൾ = x⁻1 എന്ന് കിട്ടും. അതായത് ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് x എന്നാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? യെസ്, ഇതാണ് കഴിഞ്ഞ ദിവസം എക്സാമിന് ചോദിച്ച ചോദ്യം. യെസ്, അപ്പം നമ്മൾ ഓർക്കുക, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.